കോളേജ് ക്യാമ്പസിൽ അധ്യാപികയുടെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തി SFIയുടെ കാടത്തം. കാലടി സർവകലാശാല VC സിസ തോമസിന്റെ കോലമാണ് സംസ്കൃത സർവകലാശാല ക്യാമ്പസിൽ എത്തിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അധ്യാപികയുടെ പ്രതീകാത്മക ശവസംസ്കാരം. വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, ഇതിപ്പോൾ SFIയുടെ ഭാഗത്ത് നിന്ന് ക്യാമ്പസിൽ ഇത്തരമൊരു സംഭവം ഇതാദ്യമല്ല. എത്രയോ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ പ്രധാന അധ്യാപികമാരെ ഭീഷണിപ്പെടുത്തുക, അവരുടെ ദേഹത്ത് കരിയോയിൽ വാരിയൊഴിക്കുക, പ്രതീകാത്മക ശവസംസ്കാരം നടത്തുക, അധ്യാപകരുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി റീത്ത് സമർപ്പിക്കുക, ഇതൊക്കെ SFIയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ കാലടിയിൽ എന്താണ് സംഭവിച്ചത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തെമ്മാടിത്തരം കാട്ടി എന്നാണ് SFI നേതാക്കൾ വിശദീകരിക്കുന്നത്? ഗൗതം, പ്രകോപനമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാലടി സംസ്കൃതം സർവകലാശാലയിൽ SFI ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു. അതിൻ്റെ മുന്നിലാണ് ഇത്തരമൊരു സമരാഭാസം SFIയുടെ ഭാഗത്തു നിന്നും നടത്തപ്പെട്ടിരിക്കുന്നത്. അതായത് സിൻഡിക്കേറ്റ് യോഗം ചേരുന്ന ബിൽഡിങ്ങിന് പുറത്ത് SFIയുടെ പ്രവർത്തകർ സംഘടിച്ചു. തൊട്ട് മുന്നിലായിട്ട് VC ആയ സിസ തോമസിൻ്റെ കോലം, അതിൽ ആ പ്രതീകാത്മക കോലം അത് കൊണ്ടുവന്നിട്ട് അന്ത്യകർമ്മങ്ങൾ നടത്തി, ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. സിസ തോമസ് ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ ക്രൈസ്തവ ആചാരപ്രകാരമുള്ള അന്ത്യകർമ്മങ്ങളാണ് നടത്തിയത്. നമുക്കറിയാം, 2016 വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന സരസ്വതി ടീച്ചർക്ക് ശവക്കല്ലറ ഒരുക്കി. അതുമാത്രമല്ല, മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചു. ഇന്നിപ്പോൾ വീണ്ടും അതേ രീതിയിലുള്ള ഒരു സമരാഭാസത്തിലേക്ക്, കാടത്ത സമരമുറയിലേക്ക് SFI കടന്നിരിക്കുകയാണ്. സിസ തോമസിനോടുള്ള വിരോധം നിമിത്തം സിസ തോമസിന്റെ പ്രതീകാത്മകമായിട്ടുള്ള കോലത്തിന്മേൽ അന്ത്യകർമ്മങ്ങൾ നടത്തിക്കൊണ്ടാണ് SFIക്കാർ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം 1:30 മണിക്കായിരുന്നു ഈ ഒരു സിൻഡിക്കേറ്റ് യോഗം തുടങ്ങിയത്. ആ സമയം മുതൽ തന്നെ പ്രതിഷേധമൊക്കെ തന്നെ നടത്തുകയും ഈ മുന്നിൽ ഈ കോലം വെച്ചുകൊണ്ട് സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ഈ പെൺകുട്ടികൾ അടക്കമുള്ള SFI പ്രവർത്തകർ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് തങ്ങളുടെ VC മരിച്ചുപോയി എന്നുള്ള രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ തൊട്ട് പിറകിലായിട്ടാണ് ഈ സിൻഡിക്കേറ്റ് യോഗം ആ ബിൽഡിങ്ങിൽ ചേർന്നുകൊണ്ടിരുന്നത്. ഏകദേശം സിൻഡിക്കേറ്റ് യോഗം ആയ സമയത്ത് സിസ തോമസും സിൻഡിക്കേറ്റ് അംഗങ്ങളും പുറത്തേക്ക് ഇറങ്ങിയ ഘട്ടത്തിൽ അവരെ തടഞ്ഞ് അവരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി അവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിയാണ് സിസ തോമസും മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇന്നലെ ക്യാമ്പസ് വിട്ട് പുറത്തു പോയത്. 8 മണിയോടുകൂടി പോലീസ് എത്തിച്ചേർന്ന് കൊണ്ടാണ് ഈ പറയുന്ന SFIക്കാരെ പിടിച്ചു മാറ്റിയ ശേഷം സിസ തോമസിനെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും പുറത്തേക്ക് കൊണ്ടുപോയത്. സരസ്വതി ടീച്ചർ ചൂണ്ടിക്കാണിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് വിക്ടോറിയ കോളേജിൽ ടീച്ചർക്കെതിരെയും SFI ഈ രീതിയിൽ വളരെ അപരിഷ്കൃതമായ രീതിയിലുള്ള സമരം സംഘടിപ്പിച്ചത്. അന്ന് റീത്ത് ഉൾപ്പെടെ കൊണ്ടുവന്ന് വെച്ച് കുഴിമാടം ഒരുക്കിക്കൊണ്ടുള്ള സമരം നടത്തുകയും അതിനെതിരെ വലിയ പ്രതിഷേധം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ കാര്യമായ നടപടികൾ കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് സരസ്വതി ടീച്ചർ ചെയ്തത്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രേഷ്മ ബാബുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രേഷ്മ, ഇപ്പോൾ സരസ്വതി ടീച്ചർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടല്ലോ, അതായത് ഇതിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല. ഒന്ന്, ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടം നമുക്കറിയാം. ആ സമയത്ത് സഖാക്കളുടെ അഴിഞ്ഞാട്ടമായിരിക്കും. അതിപ്പോൾ ക്യാമ്പസിൽ മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഒക്കെ ഇവരുടെ ഒരു ഗുണ്ടാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള സെൽ ഭരണം നടക്കുന്നു എന്ന വിമർശനം. ഇനിയും മറുഭാഗത്ത് ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാകട്ടെ ഒരു കഴിവുമില്ലാത്ത കഴിവുകേടിൻ്റെ പ്രതീകമായിട്ടുള്ള കോൺഗ്രസ് ഭരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുകയാണ്. അവർക്കിതിനെ നിയന്ത്രിക്കുവാനുള്ള സംഘടനാ സംവിധാനവുമില്ല, അതിനുള്ള കരുത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ SFIയുടെ അഴിഞ്ഞാട്ടം കേരളത്തിൽ മാത്രം ഇവിടുത്തെ ക്യാമ്പസുകളിൽ ഇങ്ങനെ നടക്കുന്നത് എന്നാണ് സരസ്വതി ടീച്ചർ ഓർമ്മപ്പെടുത്തിയത്. രേഷ്മ, അതെ ഗൗതം, സരസ്വതി ടീച്ചർ പറഞ്ഞൊരു വാചകമുണ്ട്, എത്ര കാലം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ വേദനയോട് തന്നെയായിരിക്കും നമ്മൾ ഓർക്കുക എന്നുള്ളത്. അതായത് ഗുരുക്കന്മാർക്ക് ശിഷ്യർ കൊടുക്കുന്ന
സാധാരണ ഒരു എന്തെങ്കിലുമൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. പക്ഷേ ഇവരവിടെ ചെയ്തിട്ടുള്ളത് സരസ്വതി ടീച്ചർക്കാണെങ്കിൽ ശവക്കലറി ഒരുക്കി, സിസ തോമസിനാണെങ്കിൽ അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തു. അതൊരിക്കലും തന്നെ അവരെ സംബന്ധിച്ച് ആജീവനാന്തം ഓർമ്മപ്പെടുത്തുന്ന, വേദനയോടുകൂടി ഓർക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. എന്തായാലും നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഭരിക്കുന്നത് വി ഡി സതീശൻ സർക്കാരാണ്. പക്ഷേ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി സഖാക്കന്മാരും അതോടൊപ്പം തന്നെ ഈ സതീശൻ സർക്കാരും തമ്മിൽ ചില ഒത്തുകളികൾ ഉണ്ടാകും എന്നുള്ളൊരു അനുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. ഈ പ്രേക്ഷകർക്കടക്കം ഇക്കാര്യത്തിലൊരു സംശയം ഉണ്ടാകും. എന്തുകൊണ്ടാണ് സിസ തോമസിന്റെ പേര് അല്ലെങ്കിൽ സിസ തോമസിന്റെ കോലം വെച്ച് അന്ത്യകർമ്മങ്ങൾ ചെയ്തത്? ഈ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് SFI അവിടെ കാട്ടിക്കൂട്ടുന്ന ചില അരാജക പ്രവർത്തനങ്ങളുണ്ട്, ചില അസാൻമാർഗീയ പ്രവർത്തനങ്ങളുണ്ട്. രാത്രികാലങ്ങളിൽ ഹോസ്റ്റലിലേക്ക് പുറത്തു നിന്നും ആളുകളെ വിളിച്ചു കൊണ്ടുവരിക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടന്നു പോരുന്നു. അതിനിടയിലാണ് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. അതുകൂടാതെ തന്നെ നേരത്തെ ഇരുന്ന VC SFIക്കാർക്ക് ചില വഴിവിട്ട പിന്തുണകൾ, സഹായങ്ങളൊക്കെ തന്നെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ നീക്കം ചെയ്തത്. ആ സ്ഥാനത്തേക്കാണ് സിസ തോമസ് വന്നത്. സിസ തോമസ് വന്നതിന് ശേഷം ആ ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ പഠനത്തിന് കാര്യങ്ങൾ, ആ അക്കാഡമിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ വേണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രവർത്തനങ്ങൾ നടത്തി. അതൊന്നും തന്നെ SFIക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ സ്വാതന്ത്ര്യം അത് അനുവദിച്ചു വരണം എന്നുള്ളത്, അത് ദുസ്വാതന്ത്ര്യമാണ്, അതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ശരിയല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു SFIക്കാർ സിസ തോമസിനെതിരെ തിരിഞ്ഞത്. അതാണ് ഇപ്പോൾ സിസ തോമസിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക്, ആ സമരാഭാസത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. സിസ തോമസ് പറയുന്നത് ഇതിലൊരു നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലപാട്. മാത്രമല്ല വിദ്യാർത്ഥികൾ എല്ലാ അതിരുകളും ഭേദിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ഇന്ന് അവർ ക്യാമ്പസിലേക്ക് എത്തുന്നില്ല സിസ തോമസ്. പകരം ഈ കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള നടപടി, ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണമെന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് VC നിൽക്കുന്നത്. എന്തായാലും വലിയ കാടത്തമാണ് SFIയുടെ ഭാഗത്ത് നിന്ന് കാലടി സംസ്കൃത സർവകലാശാലയിൽ സംഭവിച്ചത്. VC സിസ തോമസിന്റെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയിരിക്കുകയാണ്. ഇതാദ്യമായല്ല ഇത്തരം കാടത്തം, അപരിഷ്കൃതമായ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നടത്തുന്നത്. പ്രധാന അധ്യാപകന്മാരുടെ റീത്ത് വെച്ചുകൊണ്ടുള്ള സമരവും കുഴിമാടമൊരുക്കിക്കൊണ്ടുള്ള സമരവുമൊക്കെ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയുടെ പേരാണ് SFI. ആ കാലത്തെല്ലാം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധം ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരുന്നിട്ടുള്ള സർക്കാരുകൾക്ക് ഇതിനെ നിയന്ത്രിക്കുവാനുള്ള കഴിവില്ലായിരുന്നു എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ മാത്രം ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.